നമ്മൾ അരിത്തമെറ്റിക് പ്രൊവിഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രൊവിഷൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ എക്സസൈസ് 5.1 ചെയ്തു, കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സസൈസ് 5.2 ആണ് ചെയ്യുന്നത്. അപ്പോൾ 5.2ൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ ഗിവൺ ദാറ്റ് എ ഈസ് ദ ഫസ്റ്റ് ടേം, ഡി ദ കോമൺ ഡിഫറൻസ് ആൻഡ് എ ദ nth ടേം ഓഫ് ദി എ പി. അപ്പോൾ നമ്മൾ nth ടേം ഓഫ് ദി എ പി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് nth ടേം ഓഫ് ദി എ പി എന്ന് പറയുന്നത്? an ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ nth ടേം ഓഫ് ദി എ പി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ 7 ഡി 3 n 8 അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എൻ കണ്ടുപിടിക്കണം. എ എൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എൻ ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3. അപ്പോൾ 7 പ്ലസ് 7 ഇൻറ്റു 3 21 പ്ലസ് 7 28. അപ്പോൾ എ എന്നുള്ളത് ആദ്യത്തതിൽ നമുക്ക് 28 കിട്ടി. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു മൈനസ് 18. ഡി കണ്ടുപിടിക്കണം. എന്ന് പറയുന്നത് 10, എ എൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയുണ്ട്. അപ്പോൾ ഇവിടെ 0 ഈക്വൽ ടു മൈനസ് 18 പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10 മൈനസ് 1 എന്ന് പറയുന്നത് 9. 9d ഈക്വൽ ടു 18, ഡി ഈക്വൽ ടു 2. ഡി 2 കിട്ടി. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എ കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നത് മൈനസ് 3, n എന്ന് പറയുന്നത് 18, എ എൻ ഈക്വൽ ടു മൈനസ് 5, എ എൻ മൈനസ് 5. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ മൈനസ് 5 ഈക്വൽ ടു എ പ്ലസ് 18 മൈനസ് 1 ഇൻറ്റു മൈനസ് 3. അപ്പോൾ ഇവിടെ നമുക്ക് എ മൈനസ് 17 ഇൻറ്റു 3 വരും ഈക്വൽ ടു മൈനസ് 5. അപ്പോൾ 17 ഇൻറ്റു 3 എന്ന് പറയുന്നത് 51. അപ്പോൾ മൈനസ് 5 ഈക്വൽ ടു എ മൈനസ് 51. എ ഈക്വൽ ടു ഈ മൈനസ് 51 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 51 ആയി. അപ്പോൾ നമുക്ക് 46 കിട്ടും. എ എന്ന് പറയുന്നത് 46 കിട്ടും. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് നമ്മൾ ആ ഫോർമുലയിൽ കൊടുക്കുകയുണ്ട്. ഏതാ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണും. എ ഈക്വൽ ടു മൈനസ് 18.9, ഡി എന്ന് പറയുന്നത് 2.5, n ഈക്വൽ ടു എന്നാണ് കണ്ടുപിടിക്കുന്നത്. എ എൻ ഈക്വൽ ടു 3.6, എ എൻ 3.6. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. 3.6 ഈക്വൽ ടു എ എന്ന് പറയുന്നത് മൈനസ് 18.9 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ 2.5. അപ്പോൾ നമുക്ക് ഇതിന് ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3.6 പ്ലസ് 18.9 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 2.5. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 18.9ഉം 3.6 ആഡ് ചെയ്യുമ്പോൾ 5 to 22.5. 22.5 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 2.5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n മൈനസ് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല ഇങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അല്ലെ അതിലും എളുപ്പം എന്താണ് n മൈനസ് 1 ഈക്വൽ ടു, അതായത് ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്തെ സൈഡ് പോകുമ്പോൾ ഡിവിഷൻ ആവും. 22.5 ഡിവൈഡ് ബൈ 2.5. അപ്പോൾ ഇവിടെ പോയിന്റ് മാറാൻ വേണ്ടി മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരു പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഉണ്ട്. അപ്പോൾ 225/25 വരും. അപ്പോൾ ഇത് 9 ആണ്. n മൈനസ് 1 ആണ് 9 കിട്ടുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 9 പ്ലസ് 1 ഈക്വൽ ടു 10. n 10 കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു 3.5, ഡി ഈക്വൽ ടു 0, n ഈക്വൽ ടു 105. എ എൻ ഈക്വൽ ടു എ എൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എ എൻ ഈക്വൽ ടു 3.5
പ്ലസ് 105 മൈനസ് 1 ഇൻറ്റു, അതായത് n എന്ന് പറയുന്നത് 105 ഇൻറ്റു 0. അപ്പോൾ ഇത് മുഴുവൻ 0 ആയിപ്പോയി. അപ്പോൾ a എന്ന് പറയുന്നത് നമുക്ക് 3.5 തന്നെ കിട്ടും. അപ്പോൾ n 3.5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൽ choose the correct choice in the following and justify. The 30th term of the AP 1074 is 30th term ആണ് കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1074 ഈ എ പിയിലെ 30th ടേം ആണ് കാണുന്നത്. അതായത് A30 ആണ് നമുക്ക് കാണുന്നത്. n എന്നുള്ളത് 30. A30 എന്ന് പറയുന്നത് ഇവിടെ A എന്ന് പറയുന്നത് 10, D എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ 7 മൈനസ് 10 ഈക്വൽ ടു -3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 പ്ലസ് n എന്ന് പറയുന്നത് 30 ആണ്. 30 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് -3. അപ്പോൾ 10 29 ഇൻറ്റു 3. അപ്പോൾ 29 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 287. അപ്പോൾ 10 മൈനസ് 87 ദാറ്റ് ഈസ് ഈക്വൽ ടു -77. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത്, -77. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ 11th ടേം ഓഫ് ദി എ പി നമ്മുടെ -3 -1/2 2. ഈ എ പിയിലെ 11th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 11th ടേം. അപ്പോൾ 11th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A11 ഈക്വൽ ടു A എന്ന് പറയുന്നത് -3 പ്ലസ് 11 മൈനസ് 1 ഇൻറ്റു ഇവിടെ D എന്ന് പറയുന്നത് -1/2 -3 എന്ന് പറയുമ്പോൾ +3 ആയി. അപ്പോൾ -1 പ്ലസ് 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. അപ്പോൾ D എന്ന് പറയുന്നത് 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -3 പ്ലസ് 10 ഇൻറ്റു 5/2. അപ്പോൾ ഇവിടെ 5 25 25 മൈനസ് 3 22. അപ്പോൾ അതിൽ ബി ആണ്. ഈ തേർഡ് ക്വസ്റ്റ്യൻ. In the following AP, find the missing term in the boxes. അപ്പോൾ ആ ബോക്സിലുള്ള മിസ്സിംഗ് ടേംസ്. ആദ്യത്തേത് നമുക്ക് പറയുന്നത് 2 സെക്കൻഡ് ടേം ആണ് മിസ്സിങ്. തേർഡ് ടേം 26. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ എ പിയുടെ ജനറൽ ഫോം എന്താണ്? A പ്ലസ് ഡി പ്ലസ് 2D ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. അതായത് ഫസ്റ്റ് ടേം എന്താ? A ഈക്വൽ ടു 2. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A പ്ലസ് ഡി അറിയില്ല. അടുത്തത് A പ്ലസ് 2D ആണ് 26 എന്ന് തന്നിട്ടുള്ളത്. A പ്ലസ് 2D 26. അതായത് ഇത് A, ഇത് A പ്ലസ് ഡി, A പ്ലസ് 2D ആണ് 26 എന്ന് തന്നിട്ടുള്ളത്. ഇനി Aന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എത്രയാണ്? 2 പ്ലസ് 2D ഈക്വൽ ടു 26. അപ്പോൾ 2D ഈക്വൽ ടു 26 മൈനസ് 2 is equal to 24. D ഈക്വൽ ടു 24/2 12. D 12 കിട്ടി. D 12ഉം A 2 ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A പ്ലസ് ഡി ആണല്ലോ. A പ്ലസ് ഡി എന്ന് പറയുന്നത് 12 പ്ലസ് 2 = 40. അപ്പോൾ ഈ ബോക്സിൽ നമുക്ക് 14 കിട്ടും. അതിലിനി അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ ഫസ്റ്റ് A അറിയില്ല. പിന്നെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 13. അടുത്തത് അറിയില്ല. പിന്നെ 3 ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് A അറിയില്ല. A പ്ലസ് ഡി ആണ് 13 തന്നിട്ടുള്ളത്. A പ്ലസ് 2D അറിയില്ല. A പ്ലസ് 3D 3. A പ്ലസ് 3D ഈക്വൽ ടു 3. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും Aയും Dയും അറിഞ്ഞാൽ മാത്രമേ ഈ ബോക്സ് കംപ്ലീറ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? Aയും Dയും കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ലീനിയർ ഇക്വേഷനിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇക്വേഷൻ 1 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേഷൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. 1 മൈനസ് 2 ചെയ്യാം. 1 മൈനസ് 2 ചെയ്യുമ്പോൾ D മൈനസ് 3D എന്ന് പറയുന്നത് -2D. -2D ഈക്വൽ ടു 13 മൈനസ് 3 10 കിട്ടും. 13 മൈനസ് 3 എന്നുള്ളത് 10. D ഈക്വൽ ടു 10/-2 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. D -5 ആണ് കിട്ടുന്നത്.
ഡി മൈനസ് 5. അപ്പോൾ എ എന്ന് പറയുന്നത് എ മൈനസ് 5 ഈക്വൽ ടു 13, എ ഈക്വൽ ടു 13 പ്ലസ് 5 18. എ 18ഉം ഡി മൈനസ് 5. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം ഇവിടെ എന്തായിരിക്കും 18, അവിടെ 18, അടുത്തത് 13, ഇവിടെ എ പ്ലസ് ഡി, ഇത് എ പ്ലസ് 2d, അതായത് ഇതിന്റെ കൂടെ 13ന്റെ കൂടെ നമ്മൾ ഇനി ഡി ആഡ് ചെയ്താൽ മതി. 13 ഇവിടെ ഡി എന്ന് പറയുന്നത് മൈനസ് 5, അപ്പോൾ 13 5 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും 8. അപ്പോൾ ഈ ബോക്സ് 8. അതായത് ഇത് രണ്ടും ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡി ആഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ എ പി കംപ്ലീറ്റ് ആവും. അപ്പം അതുപോലെ ചെയ്യാം. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ 5. പിന്നെ അടുത്ത ബോക്സ് ഇല്ല. പിന്നെ എന്താണ് 9 1/2. അപ്പോൾ ആദ്യം ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. എ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 5. അതുപോലെ ഇത് എ പ്ലസ് ഡി, ഇത് എ പ്ലസ് 2d, ഇത് എ പ്ലസ് 3d. എ പ്ലസ് 3d ഈക്വൽ ടു 9 1/2. അങ്ങനെ പറഞ്ഞാൽ 18 19/2. അപ്പോൾ എ എന്നുള്ളത് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 പ്ലസ് 3d ഈക്വൽ ടു 19/2. അപ്പോൾ 3d ഈക്വൽ ടു 19/2 മൈനസ് 5. അപ്പോൾ ഇവിടെ 3d ഈക്വൽ ടു 19 മൈനസ് 10/2. ക്രോസ് ചെയ്യുക. 19 മൈനസ് 10/2 എന്ന് പറയുമ്പോൾ മൈനസ് 9/2. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 3 വന്നു. അപ്പോൾ 3/2 ആണ് ഡി കിട്ടുന്നത്. ഡി 3/2 എ 5. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും എ പ്ലസ് ഡി 3/2. അപ്പോൾ ഇവിടെ 10 പ്ലസ് 3 13/2. 13/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 1/2 ആയിരിക്കും. 13/2 6 12 1. അപ്പോൾ നമ്മൾ പോർഷൻ ഇങ്ങനെ എഴുതില്ലേ, പോർഷൻ റിമൈൻഡർ ഡിവൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 6 1/2 വരും. 6 റിമൈൻഡർ 1 ഡിവിഡൻഡ് 2. ഇവിടെ 6 1/2. അടുത്തത് ഇതിൻ്റെ കൂടെ, അതായത് 13/2 പ്ലസ് 3/2. 13/2 പ്ലസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/2. 16/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പോൾ അടുത്തത് 8. ഇനി അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ -4ഉം പിന്നെ 4 ബോക്സ് ഇല്ല, പിന്നെ 6. -4 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? എ ഈക്വൽ ടു -4. എ പ്ലസ് ഡി അറിയില്ല, എ പ്ലസ് 2d അറിയില്ല, എ പ്ലസ് 3d അറിയില്ല, എ പ്ലസ് 4d അറിയില്ല, എ പ്ലസ് 5d ഈക്വൽ ടു 6. എ പ്ലസ് 5d ഈക്വൽ ടു 6 ആവുമ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 പ്ലസ് 5d ഈക്വൽ ടു 6. 5d ഈക്വൽ ടു 6 പ്ലസ് 4 10. അപ്പോൾ ഡി എന്ന് പറയുന്നത് 2 കിട്ടും. ഡി 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? -4 പ്ലസ് 2. -4 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. അപ്പം ഇതിൽ നമുക്ക് -2. പിന്നെ എന്ത് ചെയ്യണം? ഇനി -2 പ്ലസ് 2. -2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇത് 0. അടുത്തത് 0 പ്ലസ് 2. അപ്പോൾ എന്തായി? 2. ഇനി 2 പ്ലസ് 2 4. ഓരോന്നും നമ്മൾ ആഡ് ആയിട്ട് പോകും. ഇവിടെ 0 പ്ലസ് 2 ഡി ആണ് നമ്മൾ ആഡ് ചെയ്തിട്ട് പോകുന്നത്. അടുത്തതിൽ 2 പ്ലസ് 2 ഈക്വൽ ടു 4. അപ്പോൾ ഇത് സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് എ അറിയില്ല. സെക്കൻഡ് ടേം 38 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 3 ടേം അറിയില്ല. 3 ടേം അറിയില്ല. അടുത്തത് -22. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? എ അറിയില്ല. എ പ്ലസ് ഡി ഈക്വൽ ടു 38 എന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് 2d അറിയില്ല, എ പ്ലസ് 3d അറിയില്ല, എ പ്ലസ് 4d അറിയില്ല, എ പ്ലസ് 5d എന്ന് പറയുന്നത് -22. അപ്പോൾ ഇവിടെ നമുക്ക് എയും ഡിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സോൾവ് ചെയ്യുക. ഇക്വേഷൻ 1, ഇക്വേഷൻ 2.
അപ്പോൾ 1 - 2 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ -4d = 38 - +22 ആവും. അപ്പോൾ 10 60 -4d = 60, d = 60/-4, that is equal to -15. -15d കിട്ടിക്കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് a - 15 = 38. a = 38 + 15. അപ്പോൾ 38 + 15 ചെയ്ത് കഴിഞ്ഞാൽ 53. a എന്ന് പറയുന്നത് 53. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ 53 വരും. സെക്കൻഡിൽ അറിയാം. തേർഡ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ d ആഡ് ചെയ്യുക. ഇവിടെ 38 ആണ്. 38 ന്ന് d ആഡ് ചെയ്യുമ്പോൾ -15 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുക. 3 2 23. അപ്പോൾ ഇത് 23 ആയി. പിന്നെ 23 ന്ന് -15. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 8. ഇനി അടുത്തത് 8 - 50. 8 - 50 എന്ന് പറയുമ്പോൾ ഇവിടെ -7. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടേം ഓഫ് ദ AP 3 8 13 18 etc. ഈസ് 78. അതായത് ഇവിടെ ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ടേം ഓഫ് ദ AP എന്താണ്? 3 8 13 18 ഈസ് 78. എത്രാമത്തെ ടേം ആണ് 78? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണേണ്ടത്? ഇവിടെ ഇത് ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 8, തേർഡ് ടേം ആണ് 30, ഫോർത്ത് ടേം 80. പോയി 78 എത്രാമത്തെ ടേം ആണ്? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് n ആണ്. എത്രാമത്തെ ടേം ആണെന്നല്ല അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ഫോർമുല an = a + n - 1 × d. ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് 3, d എന്ന് പറയുന്നത് 8 - 3 = 5. അപ്പോൾ ഇവിടെ an ആണ് എത്ര? 78. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 78 = a എന്ന് പറയുന്നത് 3 + n - 1 × d എന്ന് പറയുന്നത് 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 78 - 3 = n - 1 × 5. 75 = n - 1 × 5. n - 1 = 75/5. 75/5 ഇത് ഇൻറ്റു ആകുമ്പോൾ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ 1 50. അപ്പോൾ n = 15 + 1 = 16. n 16 കിട്ടി. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് APs. ഇതും അത് തന്നെയാണ്. നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ AP എന്ന് പറയുന്നത് 7 13 19 etc. 205. അപ്പോൾ a എന്ന് പറയുന്നത് 205. ഇതിൽ ഈ AP ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് AP. ഈ ഓരോ APയിൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് n കണ്ടുപിടിക്കണം. a എന്ന് പറയുന്നത് 205. a = 7, d = 13 - 7 = 6. d = 6. അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 205 = 7 + n - 1 × 6. 205 - 7 = n - 1 × 6. അപ്പോൾ ഇവിടെ 6 9 196 = n - 1 × 6. അപ്പോൾ n - 1 എന്ന് പറയുന്നത് 196 / 6. 6 3s are 18. സോറി, ഇവിടെ 8 ആണ്. 198. 205 എന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 198. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് 18 33. അപ്പോൾ n - 1 എന്ന് പറയുന്നത് 33. n = 33 + 1 34 കിട്ടും. n 34. അപ്പോൾ 34 ടേംസ് ഉണ്ട് ഫസ്റ്റ് APയിൽ. അടുത്തതിൽ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ
ഫിഫ്തിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18 15 1/2 18 15 1/2 13 -47. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് -47, എ എന്ന് പറയുന്നത് 18, ഡി എന്ന് പറയുന്നത് 15 1/2 -18 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 15 1/2 എന്ന് പറയുമ്പോൾ 15 × 2 30, 30 + 1 31/2 -18, that is equal to 31 - 36/2. അപ്പോൾ 31 - 36 എന്ന് പറയുമ്പോൾ -5/2. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇവിടെ -5/2 ആണ് കിട്ടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -47 = a + n - 1 × -5/2. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ n - 1 × -5/2 = -47 - 18. അപ്പോൾ -1 × -5/2 -47 - 18. അപ്പോൾ അത് -65 ആവും. n - 1 × -5/2 എന്ന് പറയുന്നത് -65 ആയി. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n - 1. n - 1 എന്ന് പറയുന്നത് -65 / -5/2. അപ്പോൾ 2 മുകളിലേക്ക് പോകും. 65/5 × 2. അപ്പോൾ ഇവിടെ 1 3 13 × 2 26. അപ്പോൾ n - 1 ആണ് 26. n എന്ന് പറയുന്നത് 27 കിട്ടും. n = 27. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ഇപ്പോൾ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ എത്ര വിച്ച് ടേം ഓഫ് ദ AP അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അടുത്തത് ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് ദ AP. ആ APയിലുള്ള ഒരു ടേം ആണോ 150 എന്നാണ് ചോദിക്കുന്നത്. -150. അപ്പോൾ അതിൽ 6th ക്വസ്റ്റ്യൻ ഈ AP 11 8 5 2 ഈ APയിൽ -150 എന്നുള്ളത് ഒരു ടേം ആണോ? അപ്പോൾ ഈ -150 ഒരു ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ n കണ്ടുപിടിച്ച് നോക്കുക. n നമുക്ക് ഫ്രാക്ഷൻ ഒന്നും അല്ലാണ്ട് ഒരു സാധാരണ നമ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയുക, -150 ആ APയിലെ ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, an = -150, a = 11, d = 8 - 11 = -3. അപ്പോൾ ഇവിടെ -150 = a + n - 1 × d എന്ന് പറയുന്നത് -3. അപ്പോൾ -150 - 11 = n - 1 × -3. അപ്പോൾ ഇവിടെ -161 = n - 1 × -3. അപ്പോൾ n - 1 എന്ന് പറയുന്നത് -161 / -3. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 3s are 15, 1 11ൽ 3 പോവില്ല. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈസ് നോട്ട് എ ടേം അല്ല, അതിലുള്ള ഒരു ടേം അല്ല -150. അത്രയേ ഉള്ളൂ. ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, n കണ്ടുപിടിച്ച് നോക്കുക. n ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് അതിലുള്ള ടേം ആണെന്ന്. 7th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ 31st ടേം ഓഫ് എൻ AP whose 11th term is 38. ഇപ്പോൾ 31st ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 31st ടേം എന്ന് പറഞ്ഞാൽ A31 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, 11th ടേം 38 എന്ന് തന്നിട്ടുണ്ട്. A11 = 38. ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, 16th ടേം A16 = 73. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 31st ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 31st ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിയണം, എയും അറിയണം ഡിയും അറിയണം. അപ്പോൾ എയും അറിയണം ഡി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കൂടി തന്നിട്ടുള്ളത് 11th ടേം 38ഉം 16th ടേം 73 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എ + 11 - 1 × d, 11 - 1 × d എന്നുള്ള, അതായത് 11th ടേം എന്ന് പറഞ്ഞാൽ a + 10d ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു
ഇത് കുറഞ്ഞിട്ടില്ല. 11 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ എ പ്ലസ് 10d ഈക്വൽ ടു 38. അതുപോലെ എ പ്ലസ് 15d ഈക്വൽ ടു 73. ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എയും ഡിയും കണ്ടുപിടിക്കാം. അപ്പോൾ എയും ഡിയും കാണാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 5d ഈക്വൽ ടു 73 മൈനസ് 35. അപ്പോൾ മൈനസ് 35. ഡി ഈക്വൽ ടു മൈനസ് 35 ബൈ മൈനസ് 5 ഈക്വൽ ടു 7. ഡി 7 കിട്ടിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് എ പ്ലസ് 10 ഇൻറ്റു 7 ഈക്വൽ ടു 38. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ ഈക്വൽ ടു 38 മൈനസ് 70. അപ്പോൾ 70 നിന്ന് 38 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് 32. എ എന്ന് പറയുന്നത് മൈനസ് 32. ഡി എന്ന് കിട്ടിയത് നമുക്ക് 7 ആണ്. അപ്പോൾ എ മൈനസ് 32 ഡി 7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ 31 കണ്ടുപിടിക്കണം. എ 31 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ 31, അതായത് എന്നിൻ്റെ പ്ലേസിൽ 31 ആവും. എ എന്താണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 32 പ്ലസ് 31 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 7. അപ്പോൾ മൈനസ് 32 പ്ലസ് 30 ഇൻറ്റു 7 210. അപ്പോൾ മൈനസ് 32 പ്ലസ് 210. 210 32 മൈനസ് ചെയ്ത 8 7 178 ആണ് എ 31 പറയുന്നത്. അപ്പോൾ 7th ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്തത് 8th ക്വസ്റ്റ്യൻ. അതിൽ 8th ക്വസ്റ്റ്യനിൽ an AP consists of 50 terms of which, അതായത് മൊത്തം 50 ടേംസ് ഉണ്ട്. n എന്ന് പറയുന്നത് 50, in which third term is 12 and last term is 106. ഇവിടെ നമുക്ക് ഒരു എ പിയിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് പറയുന്നത്? 50 ടേംസ് ഉണ്ട്. ആ എ പിയിലെ തേർഡ് ടേം A3 എന്ന് പറയുന്നത് 12. തേർഡ് ടേം 12 എന്ന് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം ആണ് 106. ലാസ്റ്റ് ടേം 106. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ പിയിൽ 50 ടേംസ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ടേം 106 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് A50 ഈക്വൽ ടു 106. അപ്പോൾ ഇതിൽ ഫൈൻഡ് ദ 29th ടേം. നമുക്കിവിടെ 29th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ, പക്ഷെ കുറച്ച് മാറ്റി തന്നു. അതായത് ഒരു എ പിയിൽ 50 ടേംസ് ഉണ്ട്. അതിൽ തേർഡ് ടേം 12ഉം ലാസ്റ്റ് ടേം ആണ് 106. 50 ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? A50 ഈക്വൽ ടു 106. നമുക്കിനി ഇക്വേഷൻ A പ്ലസ് 2D ഈക്വൽ ടു 12, A പ്ലസ് 49D ഈക്വൽ ടു 106. 1 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 47D ഈക്വൽ ടു 106 മൈനസ് 12 494. അപ്പോൾ D എന്ന് പറയുന്നത് മൈനസ് 94 ബൈ മൈനസ് 47. അപ്പോൾ എത്രയാണ് വരുന്നത്? 2. D2 കിട്ടിക്കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് A പ്ലസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 12. അപ്പോൾ A ഈക്വൽ ടു 12 മൈനസ് 4 ഈക്വൽ ടു 8. A8ഉം D2ഉം കിട്ടി. A8ഉം D2ഉം കിട്ടിക്കഴിഞ്ഞാൽ A29 എന്ന് പറയുന്നത് 8 പ്ലസ്, അതായത് A29 ഈക്വൽ ടു 8 പ്ലസ് 29 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതിൽ 8 പ്ലസ് 28 ഇൻറ്റു 2, 28 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 56. അപ്പോൾ എത്ര കിട്ടുന്നത്? 64. A29 എന്ന് പറയുന്നത് 64 കിട്ടും. അപ്പോൾ 8th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 9th ക്വസ്റ്റ്യൻ. അതിൽ 9th ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ തേർഡ് ആൻഡ് 9th ടേം ഓഫ് എൻ എ പി. ഇവിടെ തേർഡ് ടേമും 9th ടേമും തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാണ്? സോറി, 9th ക്വസ്റ്റ്യൻ അല്ലേ. തേർഡ് ആൻഡ് 9th ടേം ഓഫ് എൻ എ പി. തേർഡ് ടേം 4ഉം 9th ടേമും
-8 ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വിച്ച് ടേം ഓഫ് ദിസ് AP ഈസ് 0? ഏത് ടേമാണ് 0 വരുന്നത്? അപ്പോൾ AN = 0 എടുത്തിട്ട് വിച്ച് ടേമാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് A3 = 4, A9 = -8, അതായത് A + 2D = 4, A + 8D = -8. സോൾവ് 1 - 2. അപ്പോൾ എന്ത് കിട്ടി? -6D = 12, D = 12 / -6 = -2. D -2 ആവുമ്പോൾ A + 2 × -2 = 4, A = 4 + 4 = 8. അപ്പോൾ നമ്മുടെ AP നമുക്ക് കണ്ടുപിടിക്കാം. AP ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? 8. ഫസ്റ്റ് ടേം 8, സെക്കൻഡ് ടേം 8 - 2. 8 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അടുത്തത് 6 - 2 4. ഇങ്ങനെയുള്ള ഒരു APയിൽ എത്രാമത്തെ ടേമാണ് 0 വരുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എവിടെയെങ്കിലും 0 കൊടുക്കും. അപ്പോൾ 0 എത്രാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AN = 0 കൊടുക്കുമ്പോൾ 0 = 8 + n - 1. n - 1 × D എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് -2. അപ്പോൾ ഇതിൽ 8, അതായത് n - 1 × -2 = -8. ഇപ്പുറത്തേക്ക് വരുമ്പോൾ -8. അപ്പോൾ n - 1 = -8 / -2 = 4. n = 4 + 1 = 5. ഫിഫ്ത്ത് ടേം ആയിരിക്കും ഈ APയിൽ 0 വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നിർത്താം നമുക്ക്. 10th ക്വസ്റ്റ്യൻ. ഇതിൽ the 17th term of an AP exceeds its 10th term by 7. Find the common difference. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് 17th term of an AP. 17th term എന്ന് പറഞ്ഞാൽ A70. 17th term of an AP exceeds its 10th term. 10th ടേമിനേക്കാൾ 7 കൂടുതലാണ്. ഒരു APയിലെ 17th ടേം എന്ന് പറയുന്നത് 10th ടേമിനേക്കാൾ 7 കൂടുതലാണ്. 17th term of an AP exceeds its 10th term by 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് find the common difference. D ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ A17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? A + 17 - 1 × D, that is equal to A + 16D = A + 10 - 1 എന്ന് പറഞ്ഞാൽ 9, A + 9D + 7. ഇതിൽ നമുക്ക് എന്താവും? A രണ്ട് ഭാഗം കൊണ്ട് ക്യാൻസലായി. അപ്പോൾ 16D - 9D = 7. ഈ ഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 16D - 9D = 7. അപ്പോൾ 7D = 7, D = 7/7, 180. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ D1. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.